എടാ എണീക്കടാ. എടാ നിനക്ക് പരീക്ഷയല്ലേ, വായിക്കുന്നില്ലേ? എണീക്ക്. ചേച്ചി പോയിട്ട് വായിക്കും. എന്ത് പരീക്ഷ? ഇംഗ്ലീഷ്. അമ്മയോട് പറഞ്ഞു കൊടുക്കും, വേഗം വായിച്ചോ. വായിക്കാം. എടാ വായിച്ചിട്ട് കഴിഞ്ഞു. നിക്കു സ്കൂളിൽ പോണ്ടേ, വേഗം പോയിരിക്കി. പരീക്ഷയല്ലേ, വായിക്ക്. ഞാനെന്തിനാ വായിക്കുന്നത്? പരീക്ഷന്നെ. ഓ, പരീക്ഷയ്ക്ക് വായിക്കായി. കുളിക്കാട്ടെ, അമ്മ എന്നെ വായിക്കട്ട് പറഞ്ഞിട്ടുണ്ട് കുളിക്കാനിട്ട്. ചേച്ചി ഞാൻ പോയി. ചേച്ചി ഞാൻ പോയി. ആയി ഇംഗ്ലീഷ്. നീ എത്ര ക്ലാസ്സിൽ? ഞാൻ 6. ഞാൻ 5. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. പഠിച്ചിനാ? അപ്പൊ പരീക്ഷ പെട്ടെന്ന് തരാം. 5ാം ക്ലാസ് എണീക്കുക. 5ാം ക്ലാസ് എണീക്ക്. ഓ മൈ ഗോഡ്. ഇതാ സിറ്റ് ഡൗൺ. 6ാം ക്ലാസ്സിലെ എണീക്ക. അഞ്ചാം ക്ലാസ് ആരി മാത്സ് അല്ലേ? 6ാം ക്ലാസ് ആയിരിക്കും ഇംഗ്ലീഷാ. മണിക്കൂർ വായിക്കേണ്ട സമയമാണ്. എന്നിട്ട് ഞാൻ പറയാം. പേപ്പർ പേപ്പർ ആവശ്യമുണ്ടോ ചോദിക്കാം. സംശുവിനെ ടീച്ചറോട് ചോദിക്കാം. ടീച്ചറെ ഒന്ന് ഇത് അഭാജ്യ സംഘങ്ങളെ അഭാജ്യ ഘടകങ്ങളെ പിരിച്ചെഴുതുന്നത്. ടീച്ചർ പറഞ്ഞത് ടീച്ചറെ ബി ടീച്ചറെ അഭാജ്യ 144-നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുന്നു. ടീച്ചറെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ? 6ാം ക്ലാസ് 5ാം ക്ലാസ്സിന് അതിലുണ്ട്. സിഒ ഇതെന്തെന്ന്? സി 13ന്റെ ഏറ്റവും വലിയ അഭാജ്യ സംഖ്യ കണ്ടുപിടിക്കുന്നത്. ഡിഒ കഴിഞ്ഞിട്ട് എനിക്ക് എന്തിനു പഠിപ്പിക്കുന്ന ടീച്ചർ? പഠിച്ചിട്ട് വരണം. അതിന്റെ ഹരിക്കണ്ടയിലെല്ലാം സൈഡ് വരച്ചിട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ.
ടീച്ചർ പേപ്പർ ടീച്ചർ ഇതെന്തെന്ന് ലാലേട്ടനാ? ലാലേട്ടനല്ലല്ലോ ഓലേട്ടൻ. എനിക്ക് ഇതാ പണി പരീക്ഷക്ക് ലാലേട്ടനെ വരക്കേണ്ടതാ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാകുമ്പോ ഒരു ലാലേട്ടനെ വെച്ച് ഗുണനം ചെയ്യും. അങ്ങനെ പേപ്പറിന് എ ബി സി ഡി സി 110ന്റെ എല്ലാ ഘടകങ്ങളും എഴുതുക. ഇതായിട്ട് ലാലേട്ടൻ. 110 ലാലേട്ടൻ ഞാൻ വെച്ചത്. ലാലേട്ടൻ എഴുത്. എന്റെ ബാക്കിൽ എഴുത്. ലോലേട്ടൻ. സംശയമൊന്നുമില്ലല്ലോ. ഒന്നാമത്തെ പ്രവർത്തനം എത്തി, രണ്ടാമത്തത് എത്തി, മൂന്നാമത്തത് എത്തി. നിങ്ങളെന്ത് കൊടുക്കൂലി? നാലാമത്തെയോ? ആദ്യം മുട്ടപ്പോജിന്ന് മനസ്സല്ലാതെ നടി കിട്ടും. ടീച്ചറെ ടീച്ചറെ 110ന്റെ എല്ലാ ഘടകങ്ങളും എഴുതുക. ഓക്കെ. എന്റെ പേപ്പറാണ്. എനിക്ക് അപ്പളേ മുട്ടപ്പൂജനെ പഠിക്കും. ഇതിന്റെ ലോലേട്ടനാ. അത് പുതിയ ഏട്ടനാണ് ലോലേട്ടൻ. ഒന്ന് പ്ലസ് 2 14. ഒന്ന് പ്ലസ് 14. ഞാൻ ഫോണിൽ സെർച്ച് ചെയ്തപ്പോൾ പ്ലസ് 14. അല്ല പ്ലസ് 2 പ്ലസ് 14 ഉളപ്പൻ എനിക്കറിയാം. ഇനി പേപ്പർ തിരിക്കുന്ന ലോലേട്ടനെ കുറച്ച് ടീച്ചർ പേപ്പർ. നിന്റെ എത്രാമത്തെ പേപ്പറാ? എന്റെ ആദിശ എനിക്ക് പേപ്പർ വേണോ? മറ്റേ പേപ്പറിൽ ലോലേട്ടനെ വരച്ച പ്രശ്നമുണ്ടോ? എന്താടാ നിന്ന്? എന്നാ പ്രശ്നമില്ല. എന്നാ വേണ്ട, അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല. അതിന് സംശയം ഉണ്ടാ ഇംഗ്ലീഷില്? ഒരു സംശയം എന്താ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ പിന്നെ എന്റെ താഴത്തെ ഡയറി. വേറെ സംശയമില്ലല്ലോ. നല്ല നന്നായി എഴുതണം. ഫുൾ മാർക്ക് മേടിക്കണം. ഫുൾ മാർക്ക് മേടിച്ചിന് ഇനി മേടിക്കണം. സൗണ്ട് ആക്കി കൂടാറുന്നില്ലേ എനിക്ക് എക്സാം ഹാളിൽ ഉണ്ടാകാടിക്ക്? നിന്നെ 1 മണിക്കൂർ കൂടി ഞാനിവിടെ ഇരുത്തിപ്പിക്കും. ഇല്ല വിടിയില്ല. എല്ലാരും ആബ്സെന്റ് ആണോ? 1
ബാക്കി എല്ലാവരും പ്രസന്റ് ആണല്ലോ. 5. പ്രസന്റ് ടീച്ചർ. ബാക്കി എല്ലാവരും മറ്റേ ക്ലാസ്സിൽ. ബാക്കി എല്ലാവരും മറ്റേ ക്ലാസ്സിലാണ് പ്രശ്നമുള്ളത്. 1 5 1 5. എല്ലാവർക്കും പരീക്ഷ ഈസിയാ? അല്ല ടീച്ചറെ കടുപ്പം. എനിക്ക് കടുപ്പ് തന്നെ ആയിരിക്കും. വീട്ടിൽ നിന്ന് പഠിച്ചെങ്കിലല്ലേ. ഞാൻ 1+2 പഠിച്ചില്ല ടീച്ചറെ. 14. എത്രയാണ്? 15. പിന്നെ ടീച്ചർ 5 പോയിക്കോ. അപ്പൊ ഞാനോ അവിടെ ഇരിക്കും. ഞാൻ ടീച്ചറെ പോകും. പോയിക്കോ.